ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എഫേസോസ് 4-ാം അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ 4-ാം അധ്യായത്തിൽ ടോട്ടൽ 32 വാക്യങ്ങളാണുള്ളത്. 4 പോർഷൻസ് അല്ലെങ്കിൽ 4 പാർട്ടായിട്ടാണ് ഈ അധ്യായം ഫുള്ള് കാണാൻ പറ്റുന്നത്. ഈ 4 പാർട്ടും ഓരോ ഹെഡിങ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഓരോ ഹെഡിങ്ങിൻ്റെ കീഴിലും ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ്. അതിൽ ആദ്യത്തെ ഹെഡിങ് ആണ് ഐക്യത്തിന് ആഹ്വാനം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്ക് ഈ ഹെഡിങ് ആദ്യം പഠിക്കാം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഐക്യത്തിന് ആഹ്വാനം. നമുക്കറിയാം, കഴിഞ്ഞ 3 അധ്യായങ്ങളിലും നമ്മൾ പഠിച്ചത് യൂണിറ്റി, ഐക്യത്തിനെ കുറിച്ചിട്ടാണ് അല്ലേ. എഫേസോസിലെ ആളുകൾ പണ്ട് എന്തായിരുന്നു? അവർ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെന്താണ്? ക്രിസ്തുവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിച്ച് ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ യഹൂദന്മാരെ പോലെ തന്നെ വിജാതീയരും ഇപ്പോൾ ആര് തന്നെയാണ്? ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിലെ ഭാഗഭാഗുക്കളാണ്, അല്ലെങ്കിൽ ഒരേ ശരീരത്തിൽ ഒരേ ഭവനത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ ഐക്യത്തിൽ ഇനിയും നിങ്ങൾ ഐക്യത്തിൽ തന്നെ വർത്തിക്കണം എന്ന് പൗലോസ് ലീഹ വീണ്ടും എഫേസോസിലെ ജനങ്ങളെ അറിയിക്കുന്നതാണ് ഈ ആദ്യത്തെ പോർഷൻ. 1-ാമത്തെ വാക്യം നമുക്ക് കാണാം. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ. ഇവിടെ ആരെയെ ഉദ്ദേശിച്ചേക്കണേ? പൗലോസ് ലീഹനെ. ആരെയാണ്? പൗലോസ് ലീഹനെ. എന്താ പ്രത്യേകത? തടവുകാരനായി തീർന്നിരിക്കുന്ന. എവിടെയാണെന്ന് നമുക്കറിയാലോ, റോമിൽ കാരാഗ്രഹവാസം അനുഭവിക്കുന്ന ആ ടൈം പീരീഡിലാണ് ശരിക്കും പൗലോസ് ലീഹ എഫേസോസിലെ ജനങ്ങൾക്ക് ഈ ഒരു ലെറ്റർ എഴുതുന്നത്. അതാണ് ആ ഉദ്ദേശിക്കുന്നത്. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ പൗലോസ് നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്താ പറയുന്നേ? എഫേസോസിലെ ജനങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. എന്താ പറയുന്നേ? ഇവിടെ വിളി എന്ന വാക്കുകൊണ്ട് പൗലോസ് ലീഹ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ഫിസിക്കൽ വിളിയല്ല, ഭൗതികമായിട്ടുള്ള വിളിയല്ല. ഒരു ഭർത്താവായി വിളിക്കപ്പെട്ടു, ഒരു ഭാര്യയായി വിളിക്കപ്പെട്ടു, ഒരു ഗൃഹനാഥനായി വിളിക്കപ്പെട്ടു, ഒരു മാതാപിതാക്കളായി വിളിക്കപ്പെട്ടു, പുരോഹിതനായി വിളിക്കപ്പെട്ടു, ശുശ്രൂഷകനായി വിളിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള ഭൗതിക വിളീനെ അല്ല ഇവിടെ പൗലോസ് ലീഹ ഉദ്ദേശിച്ചേക്കണേ. മറിച്ച് ആത്മീയമായിട്ടുള്ള വിളി, ആന്തരികമായിട്ടുള്ള വിളി, ക്രിസ്ത്യാനിയായി വിളിക്കപ്പെട്ടു. മനസ്സിലായോ? ആ വിളിക്ക് യോഗ്യമായ ജീവിതം നിങ്ങൾ നയിക്കണം. ഇതാണ് എഫേസോസിലെ ജനങ്ങളെ ആദ്യം ആരോർമ്മപ്പെടുത്തുന്നത്? പൗലോസ് ലീഹ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ വിളിക്ക് യോഗ്യമായ ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം? അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ക്രിസ്തുവിനെ അനുഗമിച്ച് ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കുന്നവനായിരിക്കണം. ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നന്മ പ്രവൃത്തി അവിടെ ചെയ്തു കഴിഞ്ഞു നമ്മൾ, അല്ലേ? അപ്പോൾ അതാണ് ഈ വിളി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള വിളിയാണ്. ആ വിളിക്ക് യോഗ്യമായ, ക്രിസ്ത്യാനി എന്ന വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കണം. അതാണ് പൗലോസ് ലീഹ ആദ്യമേ തന്നെ എഫേസോസിലെ ആളുകളെ ഓർമ്മിപ്പിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിൽ എങ്ങനെയായിരിക്കണം ആ വിളി? ക്രിസ്ത്യാനിയായിട്ടുള്ള ആ ആത്മീയ വിളി എങ്ങനെയായിരിക്കണം? ആ വിളിയിൽ നിങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഇതാണ് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. യൂണിറ്റിനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്, അല്ലേ? ഐക്യത്തിനെ കുറിച്ച് തന്നെ വളരെ നീറ്റായിട്ട് പൗലോസ് ലീഹ പറയാണ്. 1-ാമത്തത്, നിങ്ങൾ പൂർണ്ണമായ വിനയത്തോടും, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിനയം കാണിക്കണം. 2, ശാന്തതയോടും, ബഹളി പിടിച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ശാന്തമായിട്ട്, ശാന്തത. ഓക്കെ. 3-ാമത് പറയുന്നത് എന്താണ്? ദീർഘക്ഷമ. എടുത്തു ചാടാണ്ട് ക്ഷമ കാണിക്കുക, മറ്റുള്ളവരോട് ദേഷ്യപ്പെടാണ്ട് ക്ഷമിച്ചുകൊണ്ട് ദീർഘമായിട്ടുള്ള ക്ഷമയോടുകൂടി വർത്തിക്കുക. ഈ 3 കാര്യങ്ങളോടും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹപൂർവം അന്യോന്യം പരസ്പരം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹപൂർവം വർത്തിക്കാൻ പറ്റുള്ളൂ. വെറുതെ വർത്തിക്കുന്ന കാര്യമല്ല പറയുന്നത്, സഹിഷ്ണുതയോടെ. അപ്പോൾ എന്താ ഈ സഹിഷ്ണുത എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ നമുക്ക് ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല എങ്കിൽ പോലും നമ്മൾ ആ വ്യക്തിനെ ക്ഷമിച്ചുകൊണ്ട് അംഗീകരിക്കുകയാണ്. അതാണ് സഹിഷ്ണുത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻഡ്യൂറൻസ്. നമുക്ക് ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്, പക്ഷേ നമ്മൾ ആ വ്യക്തിനെ ആ അവസ്ഥയിൽ തന്നെ അംഗീകരിക്കുകയാണ്. മനസ്സിലായോ? ആ അവസ്ഥനെ നമ്മൾ അതേപടി തന്നെ നോക്കിക്കാണുകയാണ് ക്ഷമയോടുകൂടി. അപ്പം അത്തരം സഹിഷ്ണുതയോടുകൂടി നിങ്ങൾ സ്നേഹപൂർവ്വം പരസ്പരം വർത്തിക്കണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? 3 കാര്യങ്ങൾ വേണം. പൂർണ്ണമായ വിനയം,
ശാന്തത, ദീർഘക്ഷമ. ഓക്കെ, ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ വിളിക്ക് യോഗ്യമായ രീതിയിൽ ജീവിതം നയിക്കേണ്ടത്. തീർന്നില്ല. വീണ്ടും പൗലോസ്ലീഹ 3-ാമത്തെ വാക്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാകണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ജാഗരൂകരായിരിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ. എന്താ പറയുന്നത്? പരസ്പരം നിങ്ങളുടെ ആത്മാവിൻ്റെ ഐക്യം, നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഐക്യത്തിലാവണം. പുറമേ ചിരിച്ച് കാണിച്ച് ഉള്ളിൽ ദേഷ്യം വെക്കണതല്ല, മറിച്ച് നിങ്ങൾക്ക് ആത്മബന്ധം ഉണ്ടാകണം. അത് എന്തിൻ്റെ അടിത്തറയായിരിക്കണം? സമാധാനത്തിൽ ആത്മബന്ധം ഉണ്ടാവണം. മനസ്സിലായോ? സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും. അപ്പം നിങ്ങൾ തമ്മിൽ പരസ്പരം ആത്മാക്കൾ തമ്മിൽ ഐക്യപ്പെടണം, സോൾസ് തമ്മിൽ ഐക്യപ്പെടണം. ഓക്കെ, അതെന്തിൻ്റെ ബേസിലായിരിക്കണം? സമാധാനം. ഇനി എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ നിങ്ങൾ അത്രയും ഐക്യത്തിൽ കഴിയാൻ പറയുന്നത്? അതിനുള്ള ഒരു ഉത്തരമാണ്, ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. മനസ്സിലായി? ഇവിടെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തിരിക്കുന്ന വാക്ക് എന്തെന്നാണ്? ഒരേ ഒരു. ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? യൂണിറ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്, ഐക്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഓക്കെ, ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ, ഒരേ ഹോപ്പിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവരാജ്യം, സ്വർഗരാജ്യം, അല്ലേ? ഒരേ പ്രത്യാശയിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ തന്നെയാണ് ഒരു ശരീരവും ഒരാത്മാവുമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഓക്കെ, ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ദൈവവും ഒരു ക്രിസ്തുവുമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, വീണ്ടും പറയാണ്, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഐക്യത്തെ ഒന്നും കൂടി സ്ട്രോങ് ആക്കുകയാണ്. എന്താ പറയുന്നത്? ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. അപ്പം നേരത്തെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരേ പ്രത്യാശയിലേക്കാണ് വിളിക്കപ്പെട്ടതെങ്കിലും ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്. പിന്നീട് പറയുന്നത് എന്താണ്? ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവും. അപ്പോൾ ഐക്യത്തിന് സ്ട്രോങ് ആക്കി നമ്മുടെ പൗലോസ്ലീഹ എഫേസോസിലെ ജനങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, 6-ാമത്തെ വാക്യമാണ്. എന്താ പറയുന്നത്? നമ്മുടെ എല്ലാവരുടെയും ദൈവം ഒന്ന് തന്നെയാണ്. ഓക്കെ, സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. എന്താ പറയുന്നത്? നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. എന്താ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക്? പിതാവ്. നമ്മുടെ എല്ലാം പിതാവായ ദൈവം ഒരുവൻ മാത്രം. പിതാവിൻ്റെ പ്രത്യേകതയാണ് ആദ്യം പറയുന്നത്. സകലത്തിനുമുപരി, എല്ലാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിലും ഭൂമിയിലുമായുള്ള എല്ലാ കാര്യങ്ങൾക്കും മുകളിലാണ് ദൈവം. രണ്ടാമത് പറയുന്നത് എന്താണ്? സകലത്തിലൂടെയും. എന്നിലൂടെ പ്രവർത്തിക്കുന്നത്, നിന്നിലൂടെ പ്രവർത്തിക്കുന്നത് എല്ലാം ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. മനസ്സിലായോ? എന്നിലൂടെ, സകലത്തിലൂടെ എന്നുദ്ദേശിക്കുന്നത് എന്നിലൂടെയും നിന്നിലൂടെയും നന്മ പ്രവർത്തിക്കുന്നതൊക്കെ ആര് തന്നെയാണ്? ദൈവമാണ്. ലാസ്റ്റ് പറയുന്നത് എന്താണ്? സകലത്തിലും. എന്നിലും നിന്നിലും ഉള്ളതെല്ലാം ദൈവം തന്നെയാണ്. അപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ. മനസ്സിലായോ? പരസ്പരം നന്മ ചെയ്യാൻ. അപരനിൽ ക്രിസ്തുവിനെ കാണണം എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ. എന്നിലും നിന്നിലും ഒക്കെ ഉള്ളത് ആര് തന്നെയാണ്? നമ്മുടെ പിതാവായ ദൈവം തന്നെയാണ്. അവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാണ് 6-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. ഇതാണ് ഐക്യത്തിന് ആഹ്വാനം എന്ന ഹെഡിങ്ങിന് കീഴിലുള്ളത്. ഫുൾ യൂണിറ്റിനെ കുറിച്ചിട്ടാണ്, ഫുൾ ഐക്യത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2-ാമത്തെ ഹെഡിങ് ആണ് കൃപാവരങ്ങളുടെ വൈവിധ്യം. എന്താ പറയുന്നത്? കൃപാവരങ്ങളുടെ വൈവിധ്യം. ഇത് 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ. ഓക്കെ, കൃപാവരങ്ങളുടെ വൈവിധ്യം. ഇത് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും ദൈവം ഓരോ ടാലൻസ് തന്നിട്ടുണ്ട്, അല്ലേ? പക്ഷെ അതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഒരുത്തിന് പാടാനായിട്ടാണ് കഴിവെങ്കിൽ മറ്റൊരുത്തിന് ചിലപ്പോൾ പഠിക്കാനായിരിക്കും കഴിവ്, വേറൊരാൾക്ക് പ്രസംഗിക്കാനായിരിക്കും കഴിവ്, വേറൊരാൾക്ക് പഠിപ്പിക്കാനായിരിക്കും കഴിവ്. ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ടാലൻസിന് വരെയും എന്തുണ്ട്? വൈവിധ്യങ്ങളുണ്ട്. ഇവിടെ ടാലൻറ്റിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൃപാവരം എന്നാണ്. ഓക്കെ, ടാലൻ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്തെന്നാണ്? കൃപാവരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക കൃപയാണ് നമുക്ക് ടാലൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതിൽ വരെയും എന്തുണ്ട്? വൈവിധ്യമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, 7-ാമത്തെ വാക്യം നോക്കാം. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. എന്താ പറയുന്നത്? നമുക്ക് ഓരോരുത്തർക്കും, ഒരാളെയും അവിടെ മാറ്റി നിർത്തിയിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും, എല്ലാവർക്കും
ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി, എന്താ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായിട്ടുള്ള എന്താ നൽകിയിരിക്കുന്ന കഴിവുകൾ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. കഴിവെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അത് കഴിവിനേക്കാളും ഉപരിയാണ്. എന്താണത്? കൃപ. കൃപ നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനനുസൃതമായിട്ടാണ്? ക്രിസ്തുവിൻ്റെ ദാനം. ക്രിസ്തു നമുക്ക് നൽകിയ ദാനമാണ് എന്ത്? നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ടാലൻസും. അതിനിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്ക് എന്തെന്നാണ്? കഴിവിനേക്കാളും വളരെ ഉപരിയായിട്ട് നിൽക്കുന്ന വാക്കാണ്. എന്താണത്? കൃപ, ദൈവകൃപ. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദാനത്തിന് അനുസരിച്ചാണ്. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഈ ഒരു വാക്ക് ഉദ്ദേശിക്കുന്നത് സങ്കീർത്തനങ്ങളെയാണ്. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. പണ്ട് ഈ ക്രിസ്ത്യൻസ് ഗ്യാതറിങ്സ് നടത്തും. ഒന്നിച്ചു കൂടുമ്പോൾ നമ്മളിപ്പോൾ പറയില്ലേ, എന്താ പറയുക, ഇപ്പോൾ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ പണ്ടത്തെ ക്രിസ്ത്യാനികൾ ഈ ഗ്യാതറിങ്സിൽ പറയുന്നത് കൂടുതലും സങ്കീർത്തനങ്ങൾ ആസ്പദമാക്കിയാണ്. ഓക്കെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നതും സങ്കീർത്തനങ്ങളാണ്. പക്ഷെ അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നില്ല. ഓക്കെ, സമാന വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഈ 8 എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 68:16 ഒരു ഇക്വാലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഡയറക്റ്റ്ലി പറയുന്നില്ല സങ്കീർത്തനങ്ങളിൽ നിന്നാണെന്ന്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തെയാണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 68:16 വാക്യത്തിനെയാണ്. അപ്പോൾ അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ. എന്താ പറയുന്നത്? അവൻ ഉന്നതങ്ങളിലേക്ക്, എവിടേക്കായിരിക്കും? സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത സമയത്ത്, ഓക്കെ, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന സമയത്ത് ക്രിസ്തു എന്ത് ചെയ്തു? എണ്ണാൻ സാധിക്കാത്ത വിധം അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. ഈ തടവുകാരുടെ പ്രത്യേകത എന്താണ്? അവരത്രയും നാൾ ജീവിക്കുന്നത് ഒരു നിയന്ത്രിത സിറ്റുവേഷനിലാണ്, ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അവരത്രയും നാൾ ജീവിക്കുന്നത്. തടവുകാരെ ക്രിസ്തു ആക്ച്വലി എന്താ ചെയ്തത്? അവിടെ മോചിപ്പിക്കുകയാണ് തടവിൽ നിന്ന്, അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി ഫ്രീ ആക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ക്രിസ്തു ചെയ്തത്. അപ്പോൾ ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ സംഭവിച്ച ആദ്യത്തെ കാര്യം എന്താണ്? തടവുകാരെ കൂടെ കൊണ്ടുപോയി, അഥവാ തടവുകാരെ എന്ത് ചെയ്തു? ഫ്രീ ആക്കി. തടവിലാക്കപ്പെട്ടവരെ എന്താക്കി? ഫ്രീ ആക്കി, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. രണ്ടാമത്, മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. രണ്ടാമത് അവൻ എന്താ ചെയ്തത്? ക്രിസ്തു മനുഷ്യർക്ക്, എല്ലാ മനുഷ്യർക്കും അവൻ എന്ത് ചെയ്തു? ഓരോരോ ഗിഫ്റ്റുകൾ നൽകാൻ തുടങ്ങി, ദാനങ്ങൾ നൽകാൻ തുടങ്ങി. അപ്പോൾ ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. 1, അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. 2, മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. ഇനി പൗലോസ്ലീഹ എഫെസോസിലെ ആളുകളോട് ചോദിക്കുകയാണ്, അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആരോഹണം ചെയ്തു, ഒരുവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു, അല്ലെങ്കിൽ ക്രിസ്തു ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരവും പറയുന്നുണ്ട്, അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടിയല്ലേ. ആ ഉത്തരം എന്ന് പറയുന്നത് ഒരു ചോദ്യം പോലെ തന്നെയാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയില്ലേ, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കത്തിന് ഒരു കയറ്റമുണ്ട്. അപ്പോൾ സ്വർഗത്തിലേക്ക് കയറ്റപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അവൻ ഭൂമിയിലേക്ക് വന്നതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്, അല്ലേ? ഇപ്പോൾ ഒരാൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു എന്ന് വിചാരിക്കാം. അവൻ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരു സീനുണ്ടല്ലോ, എന്നുവെച്ചാൽ കയറിയതിന് ശേഷമേ അവന് ഇറങ്ങാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ അവൻ അതിനു മുൻപ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ ഒരു ഭവനം ഭൂമിയിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഭവനം എവിടെ നിന്നാണ്? സ്വർഗത്തിലാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. ക്രിസ്തുവിൻ്റെ ഭവനം സ്വർഗത്തിലാണ്. അതുകൊണ്ടിട്ടാണ് അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ച് മരണശേഷം അവൻ്റെ ഭവനമായ സ്വർഗത്തിലേക്ക് തന്നെ തിരികെ പോയത്. ഭയങ്കര ഇന്നർ മീനിങ് ഉള്ള 2 വാക്യങ്ങളാണ് 8ഉം 9ഉം. 8ാമത്തെ വാക്യവും 9ാമത്തെ വാക്യം ഒരുപാട് ഹിഡൻ മീനിങ്സ് ഈ ഇതിൽ എഫെസോസിൽ തന്നെ ഏറ്റവും നമുക്ക് ഡിഫിക്കൽട്ടാണ് ഈ 2 വാക്യങ്ങളും ഒന്ന് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത്.
ഓക്കെ, ഈ 9-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നർത്ഥം എന്താണ്? അവൻ ഒരു നാൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഇറങ്ങിയത്? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ മനുഷ്യരുടെ, ഓരോ മനുഷ്യരുടെയും മനസ്സിലേക്ക്. അതിനുശേഷം അവന് ചെയ്യാനുള്ളതെല്ലാം അവൻ ചെയ്ത് തീർത്ത് പൂർത്തിയാക്കിയതിന് ശേഷം അവൻ തിരിച്ച് ആരോഹണം ചെയ്തു സ്വർഗത്തിലേക്ക്. അതിനർത്ഥം എന്താണ്? അവൻ്റെ ഭവനം സ്വർഗമാണ്. അവൻ അയച്ചത് ആരാണ്? പിതാവായ ദൈവമാണ്. ഓക്കെ, ഇനി ആ പറഞ്ഞതിനൊന്നും കൂടി പൗലോസ്ലീഹ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും. ഇതിനർത്ഥം എന്താണ്? ഈ ആദ്യം ഇറങ്ങി വന്നവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും. ഓക്കെ, സ്വർഗങ്ങൾക്കുപരിയിലേക്ക് ആരോഹണം ചെയ്തവനും ആര് തന്നെയാണ്? ഭൂമിയിലേക്ക് ഇറങ്ങിയവൻ തന്നെയാണ്. എന്തിനാണ് ഇവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്? എന്തിനാണ് ക്രിസ്തു സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്യപ്പെട്ടത്? അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി. എന്താ പറഞ്ഞേ? എല്ലാ വസ്തുക്കളെയും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളെയും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. അതിനാണ് ക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി തിരിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തിരിക്കുന്നത്. സ്വർഗം എന്നല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി. അത്രയും ഹെവൻലി ഡിവൈൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, ഇനി ഗിഫ്റ്റ് കൊടുക്കണ കാര്യം പറഞ്ഞു. 2 കാര്യങ്ങളാണ് ഈശോ അല്ലെങ്കിൽ ക്രിസ്തു ആരോഹണം ചെയ്ത സമയത്ത് ചെയ്തത്. ഒന്ന്, തടവുകാരെ സ്വതന്ത്രരാക്കി, അല്ലെങ്കിൽ തടവുകാരെ കൂടെ കൊണ്ടുപോയി. 2-മത്തത് മനുഷ്യർക്ക് ദാനങ്ങൾ നൽകി. എത്തരത്തിലുള്ളതാണ്? അതാണ് 11-ാമത്തെ വാക്യം. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും, എന്താ പറയുന്നത്? അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും 2, 3 സുവിശേഷ പ്രഘോഷകന്മാരും, 4 ഇടയന്മാരും, 5 പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. ഇനിയും കുറേ ഉണ്ട്, മറ്റും ഇനിയും അധികം ഉണ്ട് കേട്ടോ. ആകാൻ വരം നൽകി. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് വരങ്ങളാണ് നൽകിയത്? ആദ്യം തന്നെ അപ്പോസ്തോലന്മാർ. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർ ആക്ച്വലി സുവിശേഷം പ്രഘോഷിക്കാനും അതുപോലെ തന്നെ സഭയുടെ ആത്മീയതയ്ക്ക് നേതൃത്വം നൽകാനും സഭയെ വളർത്തിക്കൊണ്ടുവരാനും യേശു ക്രിസ്തുവിൽ നിന്ന് ഡയറക്റ്റ് പ്രാക്ടീസ് ലഭിച്ചവരാണ്, ഡയറക്റ്റ് പരിശീലനം ലഭിച്ചവരാണ് ശിഷ്യന്മാർ അഥവാ അപ്പോസ്തലന്മാർ. ഓക്കെ, അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രത്യേകത എന്താണ്? വചനം പ്രഘോഷിക്കാനും അതുപോലെ തന്നെ സഭയെ വളർത്തിക്കൊണ്ടുവരുവാനും പ്രത്യേകം പരിശീലനം യേശുക്രിസ്തുവിൽ നിന്ന് ഡയറക്റ്റായിട്ട് ലഭിച്ചവരാണ് അപ്പോസ്തലന്മാർ. 2-മത്തെ കൂട്ടരാണ് പ്രവാചകന്മാർ. ഇക്കൂട്ടരുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രവചിക്കാൻ കഴിവുള്ളവരാണ് ഇവർ. പക്ഷെ ഇവരുടെ പ്രത്യേകത, ഇവരെ തിരഞ്ഞെടുക്കുന്നതും നിയോഗിക്കുന്നതും വിടുന്നതും ഒക്കെ ആരാണ്? ദൈവമാണ്. ഓക്കെ, പ്രവാചകന്മാർ എന്ന് പറയുന്നത് പ്രവചിക്കാൻ കഴിവുള്ളവരാണ്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവർ മുൻകൂട്ടി പറയും, ഫ്യൂച്ചറിനെ കുറിച്ച് ഇവർ മുൻകൂട്ടി പറയും. പക്ഷേ ഇവരെ തിരഞ്ഞെടുക്കുന്നതും നിയോഗിക്കുന്നതും ഒക്കെ ആരാണ്? ദൈവമാണ്. ഓക്കെ, ഇതാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസം. 3-മത്തെ കൂട്ടരാണ് സുവിശേഷ പ്രഘോഷകന്മാർ. ഇക്കൂട്ടരുടെ പ്രത്യേകത എന്താണ്? സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ് ഇവരുടെ കഴിവ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഒരു വരം ലഭിച്ചവരാണ് ഈ സുവിശേഷ പ്രഘോഷകന്മാരെന്ന് പറയുന്നത്. അവരുടെ മെയിൻ ഡ്യൂട്ടി എന്താണ്? സുവിശേഷം പ്രസംഗിക്കുക, മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക. ഓക്കെ, 4-മത്തെ കൂട്ടരാണ് ഇടയന്മാർ. ഇക്കൂട്ടരുടെ പ്രത്യേകത എന്താണ്? ഇടയന്മാർ, ആട്ടിടയന്മാർ, ആടുകളെ വളരെ ശ്രദ്ധയോടുകൂടി മേയ്ക്കുകയും നോക്കുകയും പരിപോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ. അതുപോലെ തന്നെ ക്രിസ്തുജനത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അതേപോലെ തന്നെ നോക്കി പരിപാലിക്കുന്നവർ, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ് ഇടയന്മാർ. പ്രബോധകന്മാരെന്ന് ഉദ്ദേശിക്കുന്നതോ? അവരെന്ന് പറയുന്നത് ഉപദേശങ്ങൾ, നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകി നല്ല വഴിയിലേക്ക് മനുഷ്യരെ നയിക്കുന്നവർ. ഇതെല്ലാം ഡിഫറെൻ്റ് കൃപകളാണ്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ദാനങ്ങളാണ്. അപ്പോൾ ദൈവം ക്രിസ്തു നൽകുന്ന ഗിഫ്റ്റുകൾ പലവർക്കും പല രീതിയിലാണ് എന്ന് നമുക്കൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നെ വാക്കാണ് ഈ 11-മത്തെ വാക്യം. അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. ഇനി 12-മത്തെ വാക്യം പറയുന്നത്, ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും, എന്താ പറയുന്നത്? വിശുദ്ധരെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആക്കുന്നതിനും. വിശുദ്ധരെന്നോട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഈ പറയുന്ന അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെയാണ്. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും. അവർ പരിപൂർണരായാലും മാത്രമേ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ ഉപദേശിക്കാമെന്ന് വിചാരിക്കുക, ഞാൻ ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആയാൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഉപദേശിക്കാനായിട്ടുള്ള
വോയിസ് ഉള്ളൂ അവിടെ. അതുപോലെ തന്നെയാണ് വിശുദ്ധർ പരിപൂർണർ. ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പരിപൂർണരായാൽ മാത്രമേ കേൾക്കുന്നവർ അവരെ വിശ്വസിക്കുകയുള്ളൂ. കേൾക്കുന്നവർ അവർ പറയുന്നത് പോലെ ജീവിതം നയിക്കുകയുള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും, എന്താണ്, സർവീസാണ് ഇവർ ചെയ്യുന്നത്. മൊത്തം ഇവർക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമല്ല, മറിച്ച് വെറും സർവീസാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരക്കാർക്ക് ദൈവം കഴിവുകൾ, ക്രിസ്തു കഴിവുകൾ അഥവാ ഗിഫ്റ്റുകൾ, ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന്. രണ്ടാമത്തേത് എന്താണ്? ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന്. മൂന്നാമത്തേത് ഇതിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന്. 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ക്രിസ്തു ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. 13ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തിനു വേണ്ടി, എത്ര നാൾ ഇവരിതിന് കണ്ടിന്യൂ ചെയ്യണം, ഇവരുടെ ഈ ദൗത്യം, ഇവരുടെ ഈ സർവീസ്, ശുശ്രൂഷ എത്ര നാൾ ഇവരിനി കണ്ടിന്യൂ ചെയ്യണം. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. അപ്പം 2 കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇതാണ് ഒന്നാമത്തെ കാര്യം, വിശ്വാസത്തിൻ്റെ ഐക്യം. ഒരേ വിശ്വാസമാണ് നമുക്കുള്ളത്, ഒരേ കർത്താവാണ് നമുക്കുള്ളത്, ഒരേ ജ്ഞാനസ്നാനമാണ് നമുക്കുള്ളതെന്ന് പൗലോസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ വിശ്വാസത്തിൽ നമ്മളെല്ലാവരും ഐക്യത്തോടെ ആയിരിക്കണം. ഒരേ ഇതിൽ തന്നെ പല വിശ്വാസം കാണിക്കരുത്. വിശ്വാസത്തിൽ നമുക്ക് ഐക്യമുണ്ടാകണം. ദൈവപുത്രനെക്കുറിച്ച്, യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും നമ്മളെല്ലാവരും എത്തിച്ചേരണം. അപ്പോൾ എന്തൊക്കെയാണ്? വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ഒപ്പം ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ. നമ്മളെല്ലാവരും പക്വതയാർന്ന മനുഷ്യരാവണം. എപ്രകാരം? ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച്. ക്രിസ്തു എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കുന്നോ അതിൻ്റെ അളവനുസരിച്ച് നമ്മളും പക്വതയുള്ളവരാവണം. പക്വത എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വേറൊരാൾ പറഞ്ഞ് നമ്മൾ അതിൽ വീണു പോകരുത്. നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള വിശ്വാസമുണ്ട്, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് നമുക്ക് പക്വമായൊരു തീരുമാനവും ഉറപ്പും വേണം. വേറൊരാൾ വന്നത് മാറ്റി പറഞ്ഞാലും മാറാൻ പാകത്തിൽ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടരുത്. നമ്മൾ പക്വതയുള്ളവർ ആയിത്തീരണം. അന്ന് വരെയും ഇവർ ഈ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യണം. മനസ്സിലായോ? എന്നുവെച്ചാൽ മനുഷ്യർ എന്തൊക്കെ ചെയ്യുമ്പോഴാണ്? വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. ആര്? ഈ പറഞ്ഞ വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവരുടെ ഡ്യൂട്ടി തുടരേണ്ടിയിരിക്കുന്നു. ഇനി പറയുന്നത് നമുക്കൊരു അഡ്വൈസാണ്. ഓക്കെ, പൗലോസ്ലീഹ നമുക്ക് പറയുന്ന ഒരു അഡ്വൈസാണ്. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. കുറച്ചധികം ലിറ്ററേച്ചർ, സാഹിത്യം ഉൾക്കൊള്ളിച്ചാണ് ഈ ഒരു വാക്കുള്ളത്. സിമ്പിളാണ്. നാം ഇനിമേലും മറ്റുള്ളവർ പറയണത് കേട്ട് നമ്മളെപ്പോഴും മറ്റുള്ളവർ പറയുന്നത് ഈസി ആയിട്ട് കേൾക്കുന്നത് എപ്പോഴാണ്? നമ്മൾ കുഞ്ഞുങ്ങളാവുമ്പോഴാണ്, അല്ലേ? ഈസി ആയിട്ട് അതിൻ്റെ തെറ്റോ ശരിയോ അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസോ ആ ഒരു ഡിസിഷൻ്റെ ആഴമോ ഒന്നും നമ്മൾ ചിന്തിക്കില്ല, അല്ലേ? ശിശുക്കളായിരിക്കുന്ന സമയത്ത് അതുപോലെ ആവരുത്. ഓക്കെ, നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. ഓക്കെ, ആരാണ് കൗശലപൂർവ്വം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്ന മനുഷ്യർ? ആരെയാണ്? കൗശലപൂർവ്വം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്ന മനുഷ്യർ നമ്മളെ തെറ്റിൻ്റെ വഞ്ചനയിൽ പെടുത്താൻ ശ്രമിക്കും. ആ സമയം നമ്മൾ അതിൽ ആടിയുലയുകയോ തൂത്തെറിയപ്പെടുകയോ ചെയ്യരുത്. അതുപോലത്തെ ശിശുക്കൾ ആകരുത്. ഒരു 2-3 പ്രാവശ്യം ഇരുത്തി വായിക്കാം കേട്ടോ, എന്നാലേ അതൊന്ന് ക്ലിയർ ആവുള്ളൂ. ഒന്നുകൂടി ഞാൻ വായിക്കാം. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽ പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. 15ാമത്തെ വാക്യം പറയുന്നത്, മറിച്ച് നമ്മൾ ആരാകണം? പ്രത്യുത
സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ആരിലാണ് നാം വളരേണ്ടിയിരിക്കുന്നത്? ക്രിസ്തുവിലേക്ക്. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക്. സ്നേഹം, സത്യം വളരെ ഡിവൈൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക്. ആരിലേക്കാണ് നമ്മൾ വളരേണ്ടത്? ക്രിസ്തുവിലേക്ക്. ക്രിസ്തു നമ്മുടെ ആരാണ്? ശിരസാണ്. ശിരസിലെ ഓരോ അവയവങ്ങൾ, അല്ലെങ്കിൽ ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമാണ് നമ്മൾ. ശിരസ് ആരാണ്? ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിരിച്വലി, മെൻ്റലി, ഫിസിക്കലി എല്ലാ വിധത്തിലും നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. അല്ലാതെ മറ്റുള്ളവർ പറയുന്നതും കേട്ട് അവരുടെ വക്രതയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് കാറ്റത്താടാൻ നമ്മൾ നിൽക്കരുത്. ശിശുക്കളെ പോലെ ആവരുത്. മറിച്ച് സത്യത്തിൽ, സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ക്രിസ്തു വഴി ശരീരം മുഴുവനും സമന്വയിക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, സിങ്ക്രണൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനൊന്നും കൂടി ഡിഫൈൻ ചെയ്ത് പറയുന്നത് എന്താണ്? അവൻ വഴി, ക്രിസ്തു വഴി ശരീരം മുഴുവൻ. എന്നിട്ട് പറയാണ്, ശരീരത്തിലെ ഓരോ സന്ധിബന്ധവും, ഓക്കെ, ഓരോ ജോയിൻസും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം, പ്രോപ്പറായിട്ട് അതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അത്രയും ഐക്യം നമ്മൾ തമ്മിൽ ഉണ്ടാവണം. കാരണം നമ്മൾ ആയിരിക്കുന്ന ശരീരത്തിൻ്റെ ശിരസാരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒരേ ഭവനത്തിലെ അംഗങ്ങളാണ് നമ്മൾ എന്ന് വീണ്ടും വീണ്ടും പൗലോസ്ലീഹ പറയുകയാണ്. ഞാൻ ഒന്നും കൂടി വായിക്കാം. അവൻ വഴി ശരീരം മുഴുവൻ സ്പെസിഫൈ ചെയ്ത് പറയാണ്, ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും ഒന്നിച്ച് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ ഹെഡിങ്. ഓക്കെ, മൂന്നാമത്തെ ടോപ്പിക്കിൻ്റെ ഹെഡിങ് ആണ് ക്രിസ്തുവിൽ നവജീവൻ. 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്ക് ഹെഡിങ്ങിന് കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും നാളും ഇവർ തന്നിഷ്ടക്കാരായിട്ടുള്ള വിജാതീയരായിട്ടാണ് ജീവിച്ചിരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ക്രിസ്ത്യാനികളായതിനു ശേഷം ഇപ്പോൾ അവർക്ക് ക്രിസ്തുവിൽ നവജീവൻ, പുതിയൊരു ജീവൻ ലഭിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. 17ാമത്തെ വാക്യം, കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്താ പറയുന്ന പൗലോസ്ലീഹ? കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. സാക്ഷ്യപ്പെടുത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളത് നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ കാര്യം വേറൊരാളോട് പറയുന്നതാണ് സാക്ഷ്യപ്പെടുത്തൽ. ഓക്കെ, അത് നേരിട്ട് കാണുകയോ നേരിട്ട് അനുഭവിച്ചറിയുകയോ ചെയ്തതിന് ശേഷം മറ്റൊരാളോട് പറയുന്നതാണ് സാക്ഷ്യപ്പെടുത്തൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, പൗലോസ്ലീഹ ക്രിസ്തുവിനോട് കൂടെ നടന്ന വ്യക്തിയാണ്, എല്ലാം അനുഭവിച്ചറിഞ്ഞ ആളാണ്. അതുകൊണ്ടിട്ടാണ് പൗലോസ്ലീഹ ഉറപ്പിച്ച് പറയുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സാക്ഷ്യപ്പെടുത്തുകയും കൂടി ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. നിങ്ങളിനി ഒരിക്കലും തെറ്റായ ദുഷിച്ച ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. നിങ്ങളിലിപ്പോൾ ക്രിസ്തു വന്നു കഴിഞ്ഞു. ക്രിസ്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി പുതിയൊരു ജീവിതം അല്ലെങ്കിൽ പുതിയൊരു ജീവൻ ലഭിച്ചതുപോലെയാണ്. 18ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ വിജാതീയർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇനി മേല് വ്യർത്ഥ ചിന്തയിൽ, ദുഷിച്ച ചിന്തയിൽ കഴിഞ്ഞ വിജാതീയരെ പോലെ നിങ്ങൾ ജീവിക്കരുത്. കാരണം ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ചവർ, ഹൃദയത്തിൽ അവർ വളരെ ഹൃദയകാഠിന്യം, ഒരു അലിവും ഒരു മനസ്സലിവോ ഒരു സ്നേഹമോ ഒരു സഹാനുഭൂതിയോ ഒന്നുമില്ലാത്ത ആളുകളാണ് വിജാതീയർ. ദുഷിച്ച ചിന്തയായിട്ട് നടക്കുന്ന ആളുകളാണ് വിജാതീയർ. അപ്പോൾ ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മ, ഓക്കെ, അന്ധകാരം, ഇതെല്ലാം ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ്, പ്രോപ്പറായിട്ട് അവർക്ക് ചിന്തിക്കാൻ കൂടിയുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അതാണ് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അവരുടെ ജീവിത രീതി നിമിത്തമാണ് അവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിജാതീയരെ പോലെ, വ്യർത്ഥചിന്തരായ വിജാതീയരെ പോലെ ജീവിക്കരുത്. ഓക്കെ, അതിൻ്റെ കുഴപ്പങ്ങളാണ് ഈ 18ാമത്തെ വാക്യത്തിൽ പറയുന്നത്. തീർന്നില്ല, 19ലും ഈ വിജാതീയരുടെ കുഴപ്പങ്ങളാണ് പറയുന്നത്. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഭോഗാസക്തിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്. ഈ സെൻസ് ഓർഗൻസിലൂടെയാണ് നമുക്ക് പ്ലഷർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി ജീവിച്ചു അവർ.
അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചത്. അതാണ് ഭോഗാസക്തി എന്ന് ഉദ്ദേശിക്കുന്നത്. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. അതുവഴി എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ അവർ മുഴുകി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട, മ്ലേച്ഛമായ, നിന്ദ്യമായിട്ടുള്ള ദുഷിച്ച ടൈപ്പ് ജീവിതമായിരുന്നു വിജാതീയർ നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. വിജാതീയർ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് ഇതൊന്നുമല്ല, മറിച്ച് നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുകയും, എന്താ പറഞ്ഞേ, യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ, അല്ലേ? വളരെ ട്രൂത്ത്, നിങ്ങളുടെ മുൻപിൽ ആ സത്യം പരമാർത്ഥമായിട്ട് നിങ്ങൾ കാണുകയും ചെയ്തതാണ്, അല്ലേ? ക്രിസ്തു എന്ന ആ വലിയ സത്യം ഇത് നിങ്ങൾ കാണുകയും ചെയ്തതാണ്, അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തതാണത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. വളരെ ട്രൂത്തായിട്ട്, വളരെ ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റലായിട്ട് അവൻ നിങ്ങളെ പഠിപ്പിച്ചും തന്നിട്ടുണ്ടല്ലോ. ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ കുറിച്ച്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. എന്താ പറഞ്ഞേ? നിങ്ങളുടെ പഴയ ജീവിത രീതി, വിജാതീയൻ്റെ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കുറേ വഞ്ചന നിറഞ്ഞ ആസക്തികൾ, ഓക്കെ, കുറേ വഞ്ചന നിറഞ്ഞ പ്ലഷേഴ്സ് കാരണം കലുഷിതനായ പഴയ മനുഷ്യനെ, കലുഷിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നശിച്ചു പോയ, ദുഷിച്ചു പോയ, അല്ലെങ്കിൽ ചീത്തയായി പോയ, നിന്ദ്യനായി പോയ ആ ഒരു പഴയ മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യുക? ദൂരെ എറിയുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട, എന്താ പറഞ്ഞേ, മനസ്സിൻ്റെ ചൈതന്യത്തിൽ അത്രയും പ്യുവറായിട്ട് നിങ്ങളെ നവീകരിക്കപ്പെട്ട, പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെട്ട, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. അപ്പം നിങ്ങൾ ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായി? യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയായി. ക്രിസ്തു വരുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു? ഇവിടെ പറയുന്നുണ്ട്, വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ. ഇതാണ് ക്രിസ്തു നിങ്ങളുടെ അടുത്ത് വരണതിന് മുമ്പ് നിങ്ങൾ ആയിരുന്ന അവസ്ഥ. ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞ് പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ഇതാണ് ക്രിസ്തു വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ ഒരു ജീവൻ. ഓക്കെ, ഇതാണ് ക്രിസ്തുവിൽ നവജീവൻ. ലാസ്റ്റ് ടോപ്പിക്കാണ് വർജിക്കേണ്ട തിന്മകൾ. നിങ്ങൾ ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ടു, ക്രിസ്തുവിൽ നിങ്ങളിപ്പോൾ പുതിയ മനുഷ്യനെ ധരിച്ചു. ഇനി നിങ്ങൾ പഴയ കാര്യങ്ങൾ കുറേ നിങ്ങൾ വർജിക്കണം, ഉപേക്ഷിക്കണം. 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. ആദ്യം വർജിക്കാൻ പറയുന്നത്, അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. എന്താ പറയുന്നത്? കള്ളമെല്ലാം നിർത്തി, കള്ളം പറയൽ അല്ലെങ്കിൽ വ്യാജം പറയൽ നിർത്തി ആരോടാണ്? അയൽക്കാരോട് സത്യം സംസാരിക്കണം. എന്നിട്ട് അതിനുള്ള നല്ല വശം പറഞ്ഞു തന്നെയാണ്. കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. കാരണം നമ്മളെല്ലാം ഐക്യത്തിൽ ജീവിക്കേണ്ടവരാണ്, യൂണിറ്റിയിൽ കഴിയേണ്ടവരാണ്. കാരണം നമ്മൾ ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ശിരസാരാണ്? ക്രിസ്തു. അപ്പോൾ ആദ്യത്തേത് എന്താണ്? വ്യാജം പറയരുത്. പ്രത്യേകിച്ച് അയൽക്കാരോട് നിങ്ങൾ സത്യം മാത്രം സംസാരിക്കണം. കാര്യം എന്താണ്? നമ്മൾ ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. രണ്ടാമത് പറയുന്നത്, കോപിക്കാം, ദേഷ്യപ്പെടാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. എന്താ പറയുന്നത്? കോപിക്കാം, ഓക്കെ, കോപിക്കാം, കുഴപ്പമില്ല, അത് മാനുഷികമാണ്, നിങ്ങൾക്ക് കോപിക്കാം. പക്ഷേ ആ കോപം വഴി നിങ്ങൾ വലിയ പാപത്തിലേക്ക് കടക്കരുത്. ഓക്കെ, എന്ന് വെച്ചാൽ വലിയ പാപത്തിലേക്ക് എങ്ങനെ കടക്കാം? മറ്റുള്ളവരുടെ ഹൃദയം വേദനിപ്പിക്കാം, വേറൊരാളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊല്ലാം. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള പാപത്തിലേക്ക് നിങ്ങളുടെ കോപം കടക്കരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ. അതിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ ശ്രമിക്കുക കോപത്തിൻ്റെ. ഓക്കെ, 27ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ഒരു രീതിയിലും സാത്താന് നിങ്ങൾ പിടികൊടുക്കരുത്. ഒരു രീതിയിലും നിങ്ങളുടെ ലൈഫിൽ സാത്താന് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു അവസരം നിങ്ങൾ കൊടുക്കരുത്. പിന്നെ പറയുന്നതാണ്, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? സാധാരണ മനുഷ്യരെക്കുറിച്ചല്ല പറയുന്നത്. മോഷ്ടാവ്, ഇപ്പോൾ മോഷ്ടാവ് എന്ന അവസ്ഥയിൽ നിൽക്കുന്നവർ ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി
സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. അപ്പോൾ അവന് മറ്റുള്ളവരെ, ഇല്ലാത്തവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവൻ സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്യട്ടെ. എത്തരത്തിലുള്ള ജോലി? മാന്യമായ ജോലി ചെയ്യട്ടെ. അപ്പോൾ മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. 29-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. നിങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ സംസാരിക്കുമ്പോൾ തിന്മയുടെ വാക്കുകൾ പുറപ്പെടരുത്. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി എത്തരത്തിലുള്ള വാക്കുകളാണ് ചെയ്യേണ്ടത്? കേൾവിക്കാർക്ക്, നമ്മളെ കേൾക്കുന്നവർക്ക് ആത്മീയ ചൈതന്യം, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ചൈതന്യം കൊടുക്കത്തക്ക വിധം, അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. ഇപ്പം നമ്മൾ ഒരാളോടൊരു കാര്യം സംസാരിക്കുമ്പോൾ അയാളെ താത്തിക്കെട്ടാണ്ട് അയാൾക്കും ഉയർന്നു വരാൻ പാകത്തിന് പ്രചോദനം നൽകുന്ന വാക്കുകൾ ആ സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കുവിൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരണ വീട്ടിൽ പോയിട്ട്, ഇപ്പോൾ ഒരാളുടെ പാരൻറ്റ് മരിച്ചു കിടക്കുന്നു, അവിടെ പോയിട്ട് ആ മരിച്ചു കിടക്കുന്ന ആളുടെ മകനോട് പോയിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ബൂസ്റ്റപ്പ് ചെയ്യാനല്ല, സന്ദർഭത്തിനനുസൃതമായി. മനസ്സിലായോ? അതാണ് ഓരോ വാക്കുകൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്ദർഭമനുസരിച്ച് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വളരെ റിക്വസ്റ്റ് പൂർവ്വം പറയാണ്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എത്തരത്തിലുള്ള പരിശുദ്ധാത്മാവിനെ? രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. ഓക്കെ, രക്ഷയുടെ ദിവസത്തിലേക്ക് നമ്മളെല്ലാവർക്കും ഒരു സീല് വെച്ചിട്ടുണ്ട് അല്ലേ? സീല് വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. ലാസ്റ്റത്തെ 2 വാക്യങ്ങളാണ്, സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും. ഓക്കെ, എല്ലാവിധത്തിലുള്ള വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. 5 കാര്യങ്ങളാണ് പറയുന്നത്. ഓർഡറിൽ ഓർത്തിരിക്കണം. വിദ്വേഷം, ക്ഷോഭം, ക്രോധം, അട്ടഹാസം, ദൂഷണം. ഇതെല്ലാം വളരെ എക്സ്ട്രീം ആയിട്ടുള്ള തിന്മകളാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വളരെയധികം ഡിസ്ട്രക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെയധികം നശിപ്പിക്കാൻ പാകത്തിനുള്ള തിന്മകളാണ് ഈ പറയുന്ന 5 കാര്യങ്ങളും. ഇതെല്ലാം അതിൻ്റെ തിന്മകളോടുകൂടെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയണം. ലാസ്റ്റത്തെ വാക്യം പറയുന്നത്, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. അപ്പം എന്താണ്? ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷമിക്കുക മാത്രമല്ല, ആ വ്യക്തികളോട് നിങ്ങൾ കരുണ കാണിക്കണം. അങ്ങനെ ഹൃദയാർദ്രതയോടെ, ഹാർട്ടി ആയിട്ടുള്ളൊരു ലൈഫായിരിക്കണം നിങ്ങൾ പരസ്പരം വർത്തിക്കേണ്ടത്. ഓക്കെ, ഒന്നിച്ച് ക്രിസ്തുവിൽ വളരണം, പെരുമാറുവിൻ. ഹൃദയാർദ്രതയോടെ നിങ്ങൾ പരസ്പരം പെരുമാറുവിൻ. ഇതാണ് നമ്മുടെ 4-ാമത്തെ അധ്യായം. നിങ്ങൾക്ക് ഈ അധ്യായം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ലെങ്തി അധ്യായമാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് കമൻസായിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.